ഇന്നലത്തെ എപ്പിസോഡിൽ നൈസായിട്ടൊരു സൈഡിൽ കൂടെ വന്ന് കിട്ടിയ ഗ്യാപ്പിന് ഒരു ഗോൾ അടിച്ചിട്ട് പോയൊരു മുതലുണ്ട്. അതെ, നമ്മുടെ അനീഷ് തന്നെ. വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അനീഷിന് ചെറുതായിട്ടൊരു അവസരം ലാലേട്ടൻ കൊടുക്കുന്നു. ചെറിയൊരു സൂചി കുത്താനുള്ള ഇറങ്ങി കൊടുത്തു. അവിടെ കയറി അങ്ങ് വീട് പണിഞ്ഞു എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ ആ ചെറിയൊരു ഗ്യാപ്പിൽ കയറി ഒരു ഗോൾ അങ്ങ് അടിച്ചിട്ടുണ്ട്. കിട്ടിയ ഗ്യാപ്പിൽ വീട്ടിലേക്ക് കയറി വന്ന 5 വൈൽഡ് കാർഡുകളുടെയും വയർ നിറച്ച് വിട്ടിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുമ്പോൾ അനീഷിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം ചോദിക്കും, മറ്റുള്ളവരെ പറ്റിയുള്ള അഭിപ്രായം. ലാലേട്ടൻ അറിയാം, കൃത്യമായിട്ട് അനീഷിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മറുപടി അനീഷിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുമെന്ന്. ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. നമ്മുടെ അനീഷിൻ്റെ അടുത്ത് വന്ന വൈൽഡ് കാർഡുകളെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കുന്നു. ആദ്യം തന്നെ മസ്താനിയുടെ കാര്യമാണ് അനീഷ് പറയുന്നത്. ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡ്, എനിക്ക് പോലും അറിയാത്ത എൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി മസ്താനി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. പുറത്തുള്ള കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അതും എനിക്ക് പോലും അറിയാത്ത എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് പറഞ്ഞത്. ലാലേട്ടാ, അത് കേട്ടപ്പോൾ ഞാൻ മസ്താനിയുടെ അടുത്ത് പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങൾ പറ ഞാൻ കേൾക്കാം, ഞാൻ കേട്ടോണ്ടിരിക്കാം, നിങ്ങൾ ധൈര്യമായിട്ട് പറ, ഞാൻ കേൾക്കാം എന്ന് മസ്താനിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അതിപ്പിന്നെ മസ്താനി എൻ്റെ അടുത്ത് വാ തുറന്നിട്ടില്ല ലാലേട്ടാ. അപ്പോൾ ഏറ്റവും മോശം വൈൽഡ് കാർഡാണ് മസ്താനി എന്ന് പറയുന്നു. അപ്പോൾ അടുത്തത് ലാലേട്ടൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പോൾ ലാലേട്ടൻ എങ്കിൽ പിന്നെ ലക്ഷ്മി എങ്ങനെയുണ്ട്? അപ്പോൾ അനീഷ് പറയുന്നു, ലാലേട്ടാ, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇവിടെ ബിഗ് ബോസിൽ നിലവിലുള്ള ആരും ശരിയല്ല എന്നാണ് പറയുന്നത്. അടുക്കള ശരിയല്ല, ഇവിടെയുള്ള ആൾക്കാർ ശരിയല്ല, അടുക്കളയിൽ നിറച്ച അഴുക്കാണ്, ഇവിടെ ഉള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ഒരു ഫേക്കായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരാളാണ് ലക്ഷ്മി എന്ന് ലക്ഷ്മീനെ പറ്റിയ ഒരു അഭിപ്രായം അനീഷ് പറയുന്നു. അത് കഴിയുമ്പോൾ പ്രവീൺ എങ്ങനെയുണ്ടെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ, ലാലേട്ടാ, ലക്ഷ്മീനെ പോലെ തന്നെയാണ് പ്രവീൺ എന്ന് പറയുന്ന ഒരാൾ എല്ലാവരുടെയും അടുത്ത് ഇരുന്നിട്ട് നൈസായിട്ട് സ്ക്രൂ കയറ്റി ഇരിക്കുന്ന ഒരു കണ്ണിങ് ഫെല്ലോ ആണ് എന്ന് പ്രവീണെ പറ്റി പറയുന്നു. ഇതെല്ലാം പറയുമ്പോൾ ഈ ഒരു വൈൽഡ് കാർഡുകളുടെയൊക്കെ ഒരു റിയാക്ഷൻ കാണണം. ഒന്നും പറയാൻ പറ്റത്തില്ലോ. അനീഷ് കയറി ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ തന്നെ സാബുമോൻ്റെ കാര്യം ചോദിക്കുന്നു ലാലേട്ടൻ. അപ്പോൾ അനീഷ് പറയുന്നു, സാബുമോൻ എന്നൊരു ആൾക്ക് 15 മിനിറ്റ് ബിഗ് ബോസ് കൊടുത്തിരുന്നു. ബിഗ് ബോസിലെ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു 15 മിനിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതവൻ കുളം തോണ്ടി. അവൻ ആദ്യം തന്നെ കുറച്ച് ഷർട്ടൊക്കെ ഊരി കുറച്ച് ബോഡി ഷോ ഒക്കെ കാണിച്ച് കുറേ അധികം സമയം കളഞ്ഞു. സത്യം പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ കുറേ സമയം വേസ്റ്റാക്കി. അതുകൊണ്ട് തന്നെ അത് അത്ര നല്ലൊരു വൈൽഡ് കാർഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ജിഷിൻ്റെ കാര്യം കൂടെ ലാലേട്ടൻ അങ്ങ് ചോദിക്കുന്നു. അനീഷ് ജിഷിനെ പറ്റി പറഞ്ഞതാണ് ഏറ്റവും കോമഡി. ലാലേട്ട, ജിഷിൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ റൗഡി ആകാൻ ശ്രമിക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അതായത് പുള്ളീനെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ കണ്ണി നോക്കി എല്ലാവരും പേടിക്കണം, എല്ലാവരെയും പേടിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഒരു റൗഡി ആകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എന്നാൽ പേടിത്തൂറിയാണ് താനും എന്നാണ് ജിഷിനെ പറ്റി പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ജിഷിന് നല്ല ചിരി വരുന്നുണ്ട്. ജിഷിന് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഒരു എക്സ്പ്രഷൻ പ്രത്യേക രീതിയിലാണ്. ആരും ഒന്നും ഇൻറ്ററപ്റ്റ് ചെയ്യാതെ മൊത്തം കേട്ടുകൊണ്ടിരിക്കുകയാണ് അനീഷ് പറയുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വന്ന് സ്കോർ ചെയ്തിട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അനീഷ് വീക്കെൻഡ് എപ്പിസോഡിൽ മാത്രമല്ല, ഇപ്പോൾ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു പ്രത്യേകതരം രീതിയിലാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പോയി കിടക്കട്ടെ അവൻ 2 ദിവസം ജയിലിൽ, അവനെ ഈ സീസൺ മൊത്തം ജയിലിൽ ഇടാൻ പറ്റുമെങ്കിൽ അവനെ അങ്ങനെ തന്നെ ഇടണം. ഒരു പ്രത്യേക രീതിയിലാണ് ഓരോരോ കാര്യം പറയുന്നത്. അത് കേട്ടിരിക്കുമ്പോൾ തന്നെ എന്തായാലും ടെലികാസ്റ്റ് ചെയ്യുന്ന അറിയാം. ആ രീതിയിലാണ് പുള്ളി പറഞ്ഞ് വലിപ്പിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നൈസായിട്ട് വന്ന് സൈഡിൽ കൂടെ ഒരു ഗോൾ അടിച്ച് പോയിട്ടുണ്ട്. നൈസായിട്ട് 5 വൈൽഡ് കാർഡിനും കൊടുത്തിട്ടുണ്ട്. അനീഷിനെ ടാർഗറ്റ് ചെയ്തില്ലേ കുഴപ്പമില്ല, അനീഷ് അങ്ങോട്ട് കയറി ടാർഗറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. എന്തായാലും 5 പേർക്കിട്ട് നല്ല വയർ നിറച്ച് ഇന്നലെ കൊടുത്തിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.